12കാരിയെ മാതാവിന്റെ ആൺസുഹൃത്ത് പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. കരിപ്പൂർ സ്വദേശി ആഷിഖാണ് അറസ്റ്റിലായത്. പോക്സോ വകുപ്പ് പ്രകാരമാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് അതിജീവിതയുടെ പിതാവ് റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിരുന്നു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. റിപ്പോർട്ടർ ഇമ്പാക്ട് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന മുബഷീർ പി അക്ബറുണ്ട് വിവരങ്ങളുമായി. മുബഷീർ, ഗുരുതരമായ ആരോപണമാണ് മെഡിക്കൽ കോളേജ് പോലീസിനെതിരെ ഈ യുവതിയുടെ പിതാവ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. റിപ്പോർട്ടറാണ് ഈ വാർത്ത നിരന്തരം പുറത്തുവിട്ടിരുന്നത്. എപ്പോഴാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്? ബിനിൽ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയായ ആഷിഖിന്റെ അറസ്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോക്സോ വകുപ്പ് പ്രകാരമാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് അതിജീവിതയുടെ പിതാവ് റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിരുന്നു. തനിക്കുണ്ടായ ദുരനുഭവം അതിജീവിതയും റിപ്പോർട്ടറിനോട് പങ്കുവച്ചിരുന്നു. ഈ ഒരു വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഈ ഒരു സംഭവത്തിൽ പോലീസിന്റെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്ത സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും കേസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസിലെ മുഖ്യപ്രതിയെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലപ്പുറം കരിപ്പൂർ സ്വദേശിയായ 48 വയസ്സുള്ള ആഷിഖിനെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഈ ഒരു പരാതിക്കാസ്പദമായ സംഭവങ്ങളൊക്കെ തന്നെ നടന്നത്. 12 വയസ്സുള്ള മലപ്പുറത്തെ ഈ ഒരു കുഞ്ഞിനെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി ഈ ഒരു കുഞ്ഞിന്റെ മാതാവിന്റെ ആൺസുഹൃത്ത് കൂടിയായ ആഷിഖ് ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു ഈ ഒരു കുഞ്ഞിന്റെ പിതാവ് പോലീസിൽ നൽകിയിരുന്ന പരാതി. വയനാട്ടിലെ റിസോർട്ടിലും കോഴിക്കോടും കൊണ്ടുപോയി പ്രതി ഉപദ്രവിച്ചു. ഇതുകൂടാതെ സംഭവം മാതാവിനെ ഈ ഒരു കുഞ്ഞ് അറിയിച്ച ഘട്ടത്തിൽ പുറത്ത് പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഒരു കുഞ്ഞ് മൊഴി നൽകിയിരുന്നു. ഉപ്പയെ മയക്കുമരുന്ന് കേസിൽ കുടുക്കുമെന്ന് പറഞ്ഞതായും കുട്ടി വെളിപ്പെടുത്തിയിരുന്നു. ഈ ഒരു പോലീസ് അന്വേഷണത്തിൽ ഇതൊക്കെ സത്യമാണെന്ന് കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് പോക്സോ വകുപ്പ് പ്രകാരം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇയാൾ നേരത്തെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ആ ഒരു ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇയാൾക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇയാളെ വിട്ടയച്ചിട്ടുണ്ടെങ്കിലും പോലീസിന്റെ അന്വേഷണത്തിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തന്നെ തുടരന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. കോടതി നടപടികൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ബിനിൽ.